നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. സമാധാനവും സന്തോഷമില്ലാതെ അനേക ഭവനങ്ങളില് ആമേ വളരെ പ്രയാസത്തോടും ഭാരത്തോടും വളരെ ബുദ്ധിമുട്ടുകളോടും കഴിയുന്ന അനേക യുവാക്കന്മാരും യുവതികളും ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അനേകര് ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് വിരഞ്ഞോടിക്കൊണ്ട് നടക്കുകയാണ്. ഇതിനെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവഭയമില്ലാത്തത് കൊണ്ട്, ദൈവം ആരാണെന്നറിയാതെ ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് വിരഞ്ഞോടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ അനേക സംഭവങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത അനേക സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോക്കൽ, ചവരാക്രമണം എന്ന് വേണ്ട, പീഡനം എന്ന് വേണ്ട ഇത്യാദി വിഷയങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം മൂല കാരണം ദൈവഭയമില്ലാത്തതിന്റെ മുഖ്യ കാരണമാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അനേക യുവാക്കന്മാര്, യുവതികള്, മാതാപിതാക്കളൊക്കെയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം വളരെ നിരാശയോടെ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അനേകര് ആത്മഹത്യ ചെയ്യുന്നു, അനേകര് അതുപോലെ തന്നെ സമാധാനവും സന്തോഷമില്ലാതെ ഓടി നടക്കുന്നതായ ഒരവസ്ഥയാണ്. എന്നാൽ ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശുവിന് സമാധാനം തരുവാൻ കഴിയും, രോഗത്തിന് സൗഖ്യം തരുവാൻ കഴിയും, നിങ്ങളുടെ നിരാശ മാറ്റുവാൻ കഴിയുമെന്ന് വ്യക്തമായി ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം യേശു തന്നതുകൊണ്ട്, സന്തോഷം യേശു തന്നതുകൊണ്ട് നിങ്ങളുമായി അത് ഷെയർ ചെയ്യുവാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോ സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാൽ വരുവാനിരിക്കുന്ന ആ ദിവസം വരും. വേരും കൊമ്പും ശേഷിക്കാതെ അത് നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. കർത്താവിന്റെ വരവുകൾ നല്ലത് ചെയ്യുന്നവരും കർത്താവിനായി ജീവിക്കുന്നവരെയും കർത്താവ് ചേർക്കുന്ന ഒരു ദിവസം വരുമെന്ന് കർത്താവിന്റെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പൊ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോ സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാൽ വരുവാനിരിക്കുന്ന ആ ദിവസം വരും. വേരും കൊമ്പും ശേഷിക്കാതെ അത് നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ ദൈവം നശിപ്പിച്ചു കളയുമെന്ന് അവിടെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. കോലാടിനെയും ചെമ്മരിയാടിനെയും വേർതിരിക്കുന്ന ഒരു ദിവസം വരും. നല്ലത് ചെയ്യുന്നവനും തീയത് ചെയ്യുന്നവനും തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ദൈവത്തിന്റെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കിറുകിറ കീറും. അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും എതിർക്കുന്ന ഒരു കാലം വരും. ജാതി ജാതിയോടും രാജ്യത്തോടും എതിർക്കുന്ന ഒരു കാലം വരുമെന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അത് കർത്താവിന്റെ വരവിന്റെ ആസന്നമാണ് എന്ന് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ മാതാപിതാക്കളെ നോക്കുവാൻ കഴിയും പറയുന്നത്, അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും എതിർക്കുന്ന ഒരു കാലം വരും. അതുകൊണ്ട് നീ ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് കർത്താവിന്റെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ത്യയും ചൈനയും യുദ്ധത്തിന് സന്നാഹമായി നിൽക്കുന്ന